എല്ലാവർക്കും ഫിഷ് ക്യൂബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാസ്തു മത്സ്യം എന്നറിയപ്പെടുന്ന അരോവണയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അരോവണയുടെ ഫീഡിംഗ്, ബ്രീഡിംഗ്, വിവിധതരം അരോവണകൾ, അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇതിൻ്റെ പ്രാരംഭ വില, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ വിവിധതരം അരോവണയെക്കുറിച്ച് നമുക്ക് പറയാം. നമ്മളെ നാട്ടുകളിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു കളറാണ് സിൽവർ അരോവണ. പിന്നെയുള്ളത് ബ്ലാക്ക് അരോവണ, നൈൽ അരോവണ, മ്യാൻമർ അരോവണ, ബ്ലൂബേസ് അരോവണ. ഭംഗി ഏറ്റവും കൂടുതലുള്ളതാണ് റെഡ് അരോവണ ആൻഡ് ഗോൾഡ് അരോവണ. പിന്നെ ഗ്രീൻ അരോവണയും വരുന്നുണ്ട്, ഗ്രോസ് ബാക്ക് ഗോൾഡൻ അരോവണ. ബ്ലഡ് അരോവണ, ഇതും ഭംഗി കൂടുതലുള്ളതാണ്, ചില്ലി റെഡ് അരോവണ, ഓറഞ്ച് റെഡ് അരോവണ, ഗ്രീൻ അരോവണ. വിവിധതരം അരോവണയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ നാട്ടുകളിൽ സുലഭമായിട്ടുള്ളത് സിൽവർ അരോവണയാണ്. സിൽവർ അരോവണയ്ക്കാണ് വില കുറവ്. അപ്പോൾ സിൽവർ അരോവണയിൽ തന്നെ കാണുന്ന അരോവണയാണ് ആൽവിനോ അരോവണ. ഇത് എന്താണ് ഇതിൽ നിന്ന് വ്യത്യാസമെന്ന് ചോദിച്ചാൽ അതിൻ്റെ വാലിൻ്റെ ഭാഗവും അതുപോലെ തന്നെ അതിൻ്റെ കണ്ണും ചുവപ്പ് നിറമായിരിക്കും. തുടക്കക്കാരൻ ഒരു അരോവണയെ വാങ്ങാൻ ഉദ്ദേശിച്ചാൽ ഒരു സിൽവർ അരോവണയെ വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം സിൽവർ അരോവണയ്ക്ക് ഭംഗി കൂടുതലുമാണ്, എന്നാൽ വില കുറവുമാണ്. ഇനി നമ്മൾ പറയുന്നത് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയെക്കുറിച്ചാണ്. ഇത് വെള്ളത്തിൻ്റെ മുകളിൽ ഭാഗത്താണ് കൂടുതൽ സമയം ചിലവഴിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ അക്വേറിയം അഥവാ ടാങ്ക് എന്താണോ നമ്മൾ നിർമ്മിക്കുന്നത്, അതായത് ഈ അരോവണയെ എന്തിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്, അതിൻ്റെ ആയം കുറഞ്ഞാലും പ്രശ്നമില്ല, എന്നാൽ വീതി കൂടിയിട്ടുണ്ടാവണം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിൽ തന്നെ വീതിയാണ് കൂടുതൽ. അപ്പോൾ വീതി കൂടിയതിൽ ഉണ്ടായിരിക്കണം, എന്നാൽ ആയം കുറഞ്ഞാലും പ്രശ്നമില്ല. അരോവണ മത്സ്യം 6 അടി ഉയരത്തിൽ ചാടാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ ടാങ്കിൻ്റെ മുകളിൽ നല്ലൊരു കനമുള്ള ഒരു അടപ്പ് കൊണ്ട് മൂടിയിട്ടുണ്ടായിരിക്കണം. ഇനി നമ്മൾ പറയുന്നത് ഫീഡിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ ഫീഡിംഗ് എന്ന് പറയുന്നത് ഗോൾഡ് ഫിഷ്, ഗപ്പി, ചെറു ഫിഷ്, ഉണക്ക ചെമ്മീൻ, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ്. ഈ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് അരോവണയുടെ ഫീഡിംഗ് ആണ്. ഇപ്പോൾ അവിടെ ഇട്ടിട്ടുള്ളത് ഒരു മോളി ഫിഷിനെയാണ്. അതിനെ അരോവണ ഒരു സൈലൻ്റ് ആയിട്ടാണ് അറ്റാക്ക് ചെയ്താണ് അരോവണ ഫീഡ് ചെയ്യൽ. നിങ്ങൾ കണ്ടോളൂ കേട്ടോ. സൈലൻ്റ് ആയിട്ട് വന്ന് പെട്ടെന്ന് സംഭവം കഴിയും. അതാണ് അരോവണയുടെ ഒരു ശീലം. ഇനി ജന്തുക്കളെ ഇത് ഫീഡ് ചെയ്യാറുണ്ട്. പോരാത്തതിന് ഇതിന് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് പല്ലിയെയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകേണ്ട ലിസാർഡ്, ഹൗസ് ലിസാർഡ് എന്നൊക്കെ പറയും. പിന്നെ അതിന് പുറമെ ഫ്രോഗ്, അങ്ങനെ എല്ലാത്തിനും അതിൻ്റെ വായിലൂടെ പോകാൻ പറ്റുന്ന ജന്തുക്കളെല്ലാം ഇത് ഫീഡ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ അരോവണയുടെ ബ്രീഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അരോവണ ആണാണോ പെണ്ണാണോ എന്ന് തരംതിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം, അതായത് ജെൻഡർ തീരുമാനിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. DNA ടെസ്റ്റ് വരെ നടത്തേണ്ട ആവശ്യമുണ്ട്. ഇനി പെണ്ണ് മത്സ്യമാണ് ഇവിടെ മുടയിടാറ്. എന്നിട്ട് ആൺ മത്സ്യം അത് അതിൻ്റെ വായിൽ സൂക്ഷിക്കും. എന്നിട്ട് തൻ്റെ ആൺമത്സ്യത്തിൻ്റെ വായിലാണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആൺമത്സ്യത്തിൻ്റെ താടി കുറച്ച് കട്ടിയുള്ളതായിരിക്കും. വീഡിയോയുടെ തുടക്കം തന്നെ പറഞ്ഞു വാസ്തു മത്സ്യം എന്ന ഈ മീനിനെ വിളിക്കുമെന്ന്. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ തൻ്റെ ഉടമസ്ഥന് വരാനുള്ള അപകടം മുൻകൂട്ടി കണ്ട് സ്വയം അപകടം സ്വീകരിക്കാനുള്ള കഴിവ് അരോവണക്കുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയാം. സിൽവർ അരോവണ $5000 മുതൽ $7 വരെ, ഗോൾഡൻ അരോവണ $8000 മുതൽ $114 വരെ, ബ്ലാക്ക് അരോവണ $5000 മുതൽ $71 വരെ, ഗ്രീൻ അരോവണ $6000 മുതൽ $86 വരെ, $7000 മുതൽ $100 വരെ, പിന്നെ $12000 മുതൽ $170 വരെ റെഡ്, പിന്നെ യെല്ലോ ടൈൽ $4000 മുതൽ $57 വരെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക.